കൊച്ചിയിലെ ആശുപത്രിയിൽ കേമായുടെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. എല്ലാവരും കൂടെ കിട്ടിയാൽ നമുക്ക് കാര്യങ്ങൾ നടക്കില്ല. ഓരോരുത്തരായിട്ട് അറേഞ്ച് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് പോകണം. ദയവായിട്ട് സഹകരിക്കുക. എല്ലാവരും സഹകരിക്കാൻ പറ്റില്ലേ? ആസിഫ് മുഹമ്മദുണ്ട് വിവരങ്ങളുമായി. ആസിഫ്, മൃതദേഹം ഇപ്പോൾ എങ്ങോട്ടേക്കാണ് മാറ്റുന്നത്? അജിത്, ഇപ്പോൾ മൃതദേഹം ആശുപത്രിയുടെ താഴത്തെ നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ അല്പനേരം പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും എംബാം ചെയ്യാൻ ആവശ്യമായുള്ള നടപടികളിലേക്ക് അടക്കം കടക്കുക. ഇപ്പോൾ ആശുപത്രിയിൽ ഏകദേശം 1 മണിക്കൂറോളം നേരം പൊതുദർശനത്തിന് വെക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയുടെ താഴെ ആളുകൾക്ക് കാണാൻ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. പ്രമുഖരായ എല്ലാ നേതാക്കൾ, കേരള കോൺഗ്രസിന്റെ നേതാക്കൾ മിക്കവരും ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. മകൻ ജോസ് കെ മാണി അടക്കമുള്ള ആളുകളുണ്ട്. മറ്റ് മക്കൾ, കേമായുടെ മറ്റ് മക്കളുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം നേരം ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ തിരക്ക് കൂടി വരുന്ന സാഹചര്യത്തിൽ അത് പെട്ടെന്ന് മാറ്റിയേക്കുമോ എന്നുള്ള കാര്യത്തിലടക്കം ഇപ്പോൾ ആശങ്കയുണ്ട്. ഇപ്പോൾ മോൻ ജോസഫ് അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ മൃതദേഹം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഷി അഗസ്റ്റിൻ അടക്കമുള്ള ആളുകൾ, കേരള കോൺഗ്രസിന്റെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഷി അഗസ്റ്റിനും ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മറ്റ് നേതാക്കൾ എല്ലാവരും എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ പൊതുദർശനം വെച്ചിരിക്കുന്ന മൃതദേഹം കാണാൻ വലിയ ഒരു തിരക്കാണ് ആശുപത്രിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതാവായ കെ ബാബു അടക്കമുള്ള നേതാക്കളുണ്ട്, കൊച്ചി മേയറുണ്ട്, അങ്ങനെ മോൻ ജോസഫ് അടക്കമുള്ള കേരള കോൺഗ്രസ് നേതാക്കൾ കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആശുപത്രിയിൽ ഇപ്പോൾ വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, വലിയൊരു തിരക്ക് ആശുപത്രിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏകദേശം 1 മണിക്കൂറോളം നേരം ഇവിടെ പൊതുദർശനം വെക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം കെ എം മാണിയുടെ മരണം വിവരം അറിഞ്ഞപ്പോൾ മുതൽ വലിയൊരു തിരക്കായിരുന്നു കൊച്ചിയിലെ ലക്ഷോർ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ പ്രവർത്തകർ തുടങ്ങി നേതാക്കന്മാർ വരെ ഹോസ്പിറ്റലിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഒക്കെ ഒരു നോക്ക് മൃതദേഹം കാണാൻ ആവശ്യമായുള്ള സൗകര്യങ്ങൾ ആണ് ഇപ്പോൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപ്രകാരമാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇത്തരത്തിൽ പൊതുദർശനത്തിനുള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകുന്നേരമായിരുന്നു കെ എം മാണി മരണപ്പെട്ടത്. ആ സമയം മുതൽ തന്നെ അതിനു മുമ്പ് തന്നെ പല നേതാക്കളും സന്ദർശിച്ച് മടങ്ങിയിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ വലിയ ഒരു
തിരക്ക്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് അടക്കമുള്ള നേതാക്കൾ, അതുപോലെ തന്നെ രാജ്യസഭ MP-മാർ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവർക്ക് എല്ലാവർക്കും മൃതദേഹം കാണാൻ ആവശ്യമായുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരും ഉദ്ദേശിച്ചത്. അതിന് പ്രകാരമാണ് മകൻ ജോസ് കെ മാണിയോടും മറ്റു മക്കളോടും അടക്കം അനുവാദം വാങ്ങിയതിനു ശേഷം മൃതദേഹം പൊതുദർശനത്തിന് വെക്കാൻ തീരുമാനിക്കുകയും അതുപ്രകാരം ഇപ്പോൾ പൊതുദർശനത്തിന് വെക്കുകയും ചെയ്തിരിക്കുന്നത്. 1 മണിക്കൂറോളം നേരം പൊതുദർശനത്തിന് മൃതദേഹം വെക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത് ഒരു പക്ഷേ അത് നീട്ടിക്കൊണ്ടു പോകേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. ഇപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് വലിയ ഒരു ഒഴുക്ക് നേതാക്കളുടെയും അണികളുടെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവർക്കത് ഒരു തവണയെങ്കിലും കാണാൻ ആവശ്യമായുള്ള സൗകര്യം ഏർപ്പെടുത്തുമ്പോൾ തന്നെ അത് വലിയ സമയം എടുത്തേക്കും. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ ആശുപത്രിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹവും മൃതദേഹം സന്ദർശിക്കാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കയറുകയാണ്. അങ്ങനെ വരുന്ന എല്ലാവർക്കും അത് കാണാൻ ആവശ്യമായ സൗകര്യം, കാരണം നേതാക്കന്മാർ വന്നുകൊണ്ടിരുന്നു, അവർക്ക് നേരത്തെ തന്നെ കാണാൻ ആവശ്യമായ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. അത് കൂടുതൽ പ്രയാസം സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്താണ് പൊതുദർശനത്തിന് വെക്കുകയും എല്ലാവർക്കും മൃതദേഹം കാണാൻ ആവശ്യമായുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ എത്തിയിരിക്കുന്നു. നേരത്തെ മുതൽ തന്നെ കേരള കോൺഗ്രസിന്റെ കോട്ടയത്തെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ അടക്കമുള്ളവർ നേരത്തെ മുതൽ തന്നെ ഹോസ്പിറ്റലിലുണ്ട്. ഇപ്പോൾ നേതാവായ VK ഇബ്രാഹിം കുഞ്ഞ് അടക്കമുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട നേതാക്കൾ അണികൾ ഇങ്ങനെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. നിരവധി നേതാക്കൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. നാം മനസ്സിലാക്കുന്നതനുസരിച്ച് മന്ത്രിമാരടക്കമുള്ള ആളുകൾ അല്പസമയത്തിന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപ്രകാരം അവർ അല്പസമയത്തിന് തന്നെ മന്ത്രിമാരും ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ഒരു ഘട്ടമുണ്ടാകും. അങ്ങനെ വരുമ്പോൾ വലിയ രീതിയിൽ മണിക്കൂറുകൾ ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ തന്നെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കേണ്ട ഒരു സാഹചര്യം വരികയും ചെയ്യും. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു KM മാണിയെ ശ്വാസകോശ സംബന്ധമായ അസുഖം രൂക്ഷമായതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹം ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച ദിവസം മുതൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതി, അദ്ദേഹം സ്റ്റേബിൾ എന്ന് പറയാൻ കഴിയുന്ന ഒരു കണ്ടീഷനിലേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യനില എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില വീണ്ടും 2-3 മണിക്കൂറിനകം വീണ്ടും കൂടുതൽ വഷളാകുകയും കൃത്യമായി പറഞ്ഞാൽ അതിനുശേഷം ഒരു 6-7 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്തു. ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ ഒരു കാര്യം, അത്ഭുതകരമായ രീതിയിൽ അദ്ദേഹം തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യമായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. എന്നാൽ പിന്നീട് ആരോഗ്യനില കൂടുതൽ വഷളായി. അദ്ദേഹത്തിന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ മാത്രം ശ്വാസം എടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പോൾ KM മാണിയുടെ കൊച്ചുമക്കൾ അടക്കമുള്ള ആളുകൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാവർക്കും മൃതദേഹം കാണാൻ ആവശ്യമായുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഒരുക്കിക്കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. നിരവധി നേതാക്കൾ ആശുപത്രിയിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തുന്നുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ, മന്ത്രിമാർ, കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും മുതിർന്ന നേതാക്കൾ, BJP-യുടെ നേതാക്കൾ അടക്കമുള്ള സമസ്ത മേഖലകളിലും പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾ, സാംസ്കാരിക മേഖലയിൽപ്പെട്ട ആളുകൾ അടക്കം ആശുപത്രിയിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് ആ മൃതദേഹം കാണാൻ ആവശ്യമായുള്ള സൗകര്യം ആശുപത്രിയിൽ ഏർപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഏതായാലും അപ്രതീക്ഷിതമായി എന്ന് പറയാവുന്ന തരത്തിലായിരുന്നു KM മാണി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത്. കാരണം ആരോഗ്യനിലയിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് KM മാണി ചികിത്സയിലായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ നടന്ന കേരള കോൺഗ്രസിന്റെ യോഗങ്ങളിൽ പോലും അദ്ദേഹം പങ്കെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അദ്ദേഹം കൊച്ചിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ചികിത്സ കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 13 വർഷമായി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം കൊച്ചിയിൽ ചികിത്സയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 1 മാസം മുമ്പാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പിന്നീട് അദ്ദേഹം
രണ്ടാഴ്ചത്തോളമായി തുടർച്ചയായ ചികിത്സയിലായിരുന്നു. അതിനുശേഷം പിന്നീട് നേരിയ തോതിൽ ആരോഗ്യനില മെച്ചപ്പെട്ടു. അദ്ദേഹം കൊച്ചിയിൽ മകളുടെ വീട്ടിൽ ആയിരുന്നു ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ മകളുടെ വീട്ടിലായിരുന്നു അദ്ദേഹം താൽക്കാലികമായി താമസം മാറ്റുക പോലും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് പാലായിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പാലയിൽ വെച്ചാണ് അദ്ദേഹത്തിന് കൂടുതൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉടലെടുത്തത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. അതിനെ തുടർന്ന് ലക്ഷോറിൽ നിന്ന് പ്രത്യേക ടീം എത്തിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് അങ്ങനെ അപ്രകാരം അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൂടുതൽ വഷളാകുകയും ചെയ്യുകയായിരുന്നു. പ്രധാനമായും അണുബാധ അദ്ദേഹത്തിന് ശ്വാസകോശത്തിലുണ്ടായിരുന്ന അണുബാധ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നതിന് പ്രധാനപ്പെട്ട ഒരു തടസ്സമായി മാറി എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല വൃക്കകൾ തകരാറിലായിരുന്നതിനാൽ തുടർച്ചയായി ഡയാലിസിസ് ചെയ്യേണ്ട ഒരു ഘട്ടവും വന്നു. അങ്ങനെ ഒരേ സമയം ശ്വാസകോശത്തിലെ അണുബാധ അതേസമയം തന്നെ ഡയാലിസിസ് ചെയ്യേണ്ട ഒരു ഘട്ടം വന്നു. രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറവായി നിൽക്കുന്ന സാഹചര്യം, ഈ 4 ഘടകങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ കൂടുതൽ വഷളാക്കുകയായിരുന്നു.